Hello guys, welcome back to your channel. This is Avinash, this is Ashish and we are the company. So we're back with another video. So we are back with another movie trailer. Yes. Kathanar. Okay. ഭയങ്കരമായിട്ട് ആന്റിസിപ്പേറ്റഡ് ആയിട്ടിരുന്ന ഒരു മൂവിയാണ് അല്ലേ? ഓൾമോസ്റ്റ് 3 years ആയി ഈ മൂവിയുടെ ഷൂട്ടിംഗ് തുടങ്ങിയിട്ട്. ഐ തിങ്ക് ലാസ്റ്റ് 2023 ഏപ്രിലാണ് തുടങ്ങിയത് അല്ലേ? കറക്റ്റ്. കാരണം എന്തോന്ന് പറയാൻ മറന്നുപോയി. അതുപോലെ ഇപ്പം ജയസൂര്യയുടെ ഓൾറെഡി ഒരു പടം ഇറങ്ങിയത് ആട് 3. അടിപൊളി പടമാട്ടെ. ഇതിനകത്ത് നമുക്ക് ഇപ്പൊ ഷസാം പറഞ്ഞ പോലെ തന്നെ നമുക്കാണെങ്കിൽ എന്താ പറയാ, 1 and 2 ഇഷ്ടപ്പെട്ടവർക്ക് 3 ഇഷ്ടപ്പെടും. ആ ഒരു മാഡ്നസ് ഇഷ്ടമുള്ള ആൾക്കാർക്കാണെങ്കിൽ ആ ഒരു ടൈപ്പ് ഓഫ് കോമഡി ഇഷ്ടമുള്ള ആൾക്കാർക്ക് എന്തായാലും എൻജോയ് ചെയ്യാൻ പറ്റും. പക്ഷെ അതല്ലാതെ നമ്മൾ വലിയ സിനിമാറ്റോഗ്രഫി ഒക്കെ അടിപൊളിയാ, പക്ഷെ വലിയ നമ്മൾ ഹ്യൂമർ ഇതൊക്കെ നോക്കി പോയി കഴിഞ്ഞാൽ സ്റ്റോറി ലൈൻ നോക്കി പോയി എന്തൊക്കെയാണെങ്കിലും അവർക്ക് മുടക്കിയ പൈസ കൂടുതൽ കിട്ടി ഇപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുക. അപ്പൊ അതേപോലെ തന്നെ ഒന്നുകൂടെ ഒരു കംബാക്ക് അടിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ അനുഷ്ക ഷെട്ടി, ആക്ട്രസ് അനുഷ്ക ഷെട്ടി ഉണ്ട് ഇതിനകത്ത്. ഓക്കെ, അനുഷ്ക ഷെട്ടിയുടെ ഇപ്പോ ആഫ്റ്റർ എ ലോങ് കംബാക്ക് ഒരു ഘാട്ടി എന്ന് മൂവി ഇറങ്ങില്ലേ, അത് സക്സസ്ഫുൾ ആയിരുന്നു. ലൈക്ക് ഘാട്ടി മൂവി ഇറങ്ങിയതിന് ശേഷം ഷീസ് ഇൻ ദിസ് ഓൾസോ. അതുപോലെ വേറെ ഹ്യൂജ് ആണ്. ഇപ്പോൾ ഡയറക്റ്റഡ് ബൈ റോജിൻ തോമസ്, പ്രൊഡ്യൂസ്ഡ് ബൈ ഗോകുലം ഗോപാലൻ, മ്യൂസിക് വരുന്നത് രാഹുൽ സുബ്രഹ്മണ്യൻ. ഓക്കെ, സ്റ്റണ്ട് വരുന്നത് ജെ പാർക്ക് ആൻഡ് കലൈ കിങ്സ്റ്റൺ. അത്യാവശ്യം VFX കുറേയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഹ്യൂജ് ആണ്. പ്രഭുദേവ ഉണ്ട്, സാൻഡി മാസ്റ്റർ. ഐ തിങ്ക് ദ ബഡ്ജറ്റ് ഈസ് ഹ്യൂജ് ഫോർ ദിസ് മൂവി. അതെ, നല്ല ബഡ്ജറ്റ്. ഇനി നമ്മൾ വെറുതെ ലാഗ് അടുപ്പിക്കുന്നില്ല, നമുക്ക് കാണാം. ഞങ്ങളത് കാണണം എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. ഇറങ്ങിയത് 58 seconds ട്രെയിലർ. Without further ado, we'll get into it. Okay, 3, 2, 1 and go. വിജ്ഞാനത്തിന്റെ രൂപവും ഉറവിടവും എപ്പിടിയായിരുന്നാലും കാന്തല്ലൂർ ശാലയിൽ അത് വരവേൽക്കപ്പെടും. ഇന്ദ്രജാലത്തെ നമ്പരുതില്ല. അവബോധത്തിന്റെ രഹസ്യമാർഗങ്ങളിൽ വരെ അവർ ഗവേഷണം ചെയ്യുന്നുണ്ട്. யாரோட நினைவுக்கும் எட்டாது, எல்லாரும் அசந்து பார்க்க போற மாதிரி ஒரு மாயாஜாலம். நம்ம ஆன்மாவோட கலந்து நம்ம நினைவுகளோடு சங்கமிக்க போகிற ஒரு நிகழ்வு. ചേരരാജശ്രീക്ക് കുഞ്ഞമ്മനിൽ നിന്ന് വാഴ്ത്തക്കൾ. കണ്ടതും കേട്ടതും ഒന്നുമല്ല വരാനിരിക്കുന്നത്. ആപത്ത് കാലത്ത് വരുന്ന അതിമനുഷ്യൻ അഗ്നിയാണ്. കൈപിടിച്ചാൽ കരുതലും കൈവിട്ടാൽ കുട്ടിനാശവും ഫലം. ஒரு மனித உடம்பில் கொள்ளுന്നതിലും അധികം ശക്തി நீங்கள் கட்டுப்படுத்தியிருக்கீங்க. எப்படி? നിങ്ങൾ പറയുന്നത് വിശ്വസിക്കുക. വേണാട് ആപത്തിലാണ്. സാൻഡി മാസ്റ്റർ மாய அண்டமே மாய. കത്തനാർ. അനീഷ് തൊടുപുഴ, ദ വൈൽഡ് സോസറർ. The Wild Sorcerer.
ഫസ്റ്റ് തിങ് VFX ഒരു രക്ഷയില്ല. അടിപൊളി. അവര് കാശ് മുടക്കിയിട്ടുണ്ടെങ്കിൽ അതിനുള്ള പണിയെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ ട്രെയിലർ വിഷയമായിട്ടുണ്ട്. സിനിമ ഇറങ്ങുമ്പോൾ ഇതിനെക്കാട്ടിലും വിഷയമായിട്ട് എക്സ്പെക്ടേഷൻ ഒന്നുമില്ല അത് കാണുന്നത് നല്ലത് അല്ലേ? അല്ലല്ലോ എല്ലാ മൂവീസും. പക്ഷെ എനിക്ക് ഈ മൂവിക്ക് എനിക്ക് ഭയങ്കര എക്സ്പെക്ടേഷൻ കൂടുതലാണ്. പണ്ട് തൊട്ടേ ഇങ്ങനെ കേൾക്കുന്നതുകൊണ്ട്. കടമുറ്റത്ത് കത്തന പണ്ടൊരു സീരിയൽ ഉണ്ടായിരുന്നു, നിങ്ങള് 2K കിഡ്സിന് അറിയായിരിക്കും, കടമുറ്റത്ത് കത്തനാർ എന്ന് പറഞ്ഞിട്ട്. പണ്ട് അതിനകത്ത് കടമുറ്റത്ത് കത്തനാരായിട്ട് അഭിനയിക്കുന്ന ആ പുള്ളി ആ ഒരു റോളിൽ ഭയങ്കരമായിട്ട് ഫേമസ് ആയി. അതിനുശേഷം മൂപ്പര് വേറെ കുറെ റോളൊക്കെ അഭിനയിച്ചു, പക്ഷെ ക്ലിക്കായില്ല. നീലി മറ്റേ തലയിൽ ആണിയൊക്കെ അടിച്ചിട്ട് അത് വിട, അത് വേറെ കേസ്. ബട്ട് ഇത് മ്യൂസിക് വൈസ് ഇറ്റ് ഈസ് ഗുഡ്. ആക്ടിങ് വൈസ് നീ ചില ഷോർട്സ് ഒക്കെ എനിക്ക് ഭയങ്കര ഇൻസൈൻ ആയിട്ട് കുറെ വിഷ്വൽസ്. ഇവൻ ഹോമിന്റെ ഡയറക്ടറാണ്. അതെ, റോജൻ തോമസ്. വെരി ഗുഡ്, വെരി ഗുഡ്. വിഷണറി ഗോകുലം ഗോപാലൻ. സോ ഇറ്റ്സ്, പക്ഷെ ഇത് എപ്പോഴാണ് പറഞ്ഞിട്ടില്ല, റിലീസ് ഡേറ്റ് ഇട്ടിട്ടില്ല. സോ ഐ തിങ്ക് ഇത് നോക്ക്, മലയാളം, ഇംഗ്ലീഷ്, തമിഴ്, തെലുങ്ക്, ഹിന്ദി, ബംഗാളി, കന്നഡ, ചൈനീസ്, ഫ്രഞ്ച്, കൊറിയൻ, ഇറ്റാലിയൻ, റഷ്യൻ, ഇന്തോനേഷ്യൻ, ജാപ്പനീസ്, ജർമ്മൻ. ഇന്ത്യ അല്ല, ഇന്റർനാഷണൽ. കാരണം ഇതിപ്പോ ഡയറക്ടർ ഇതിനകത്ത് എനിക്ക് മാത്രമാണോ നിങ്ങൾക്കും തോന്നിയെന്ന് എനിക്കറിയില്ല, നീലിനെ കാണിച്ചില്ലല്ലോ. നീലിയാണോ അനുഷ്ക? മേ ബി ആയിരിക്കും. നീലി അങ്ങനെയാണ് സാധാരണ, നല്ല ഇതിലൊക്കെ വരും, മറ്റേ നല്ല സെറ്റപ്പിലൊക്കെ വന്നിട്ട് പിന്നെ അവസാനമാണല്ലോ ചോര ഓടിക്കുന്നത്. ജോ ആൻഡ് ദ ബോയ് ഇല്ലേ, ഫിലിപ്പ് ആൻഡ് ദ മങ്കി പെൻ, ഹോം, ഇതെല്ലാം പുള്ളിയാണ് ഡയറക്ട് ചെയ്തത്. റോജൻ. അപ്പൊ കംപ്ലീറ്റ്ലി വേറൊരു ജോണറാണ്, ഭയങ്കര കംപ്ലീറ്റ്ലി. ഫിലിപ്പ് ആൻഡ് ദ മങ്കി പെൻ അതൊരു ഫിക്ഷണൽ മൂവിയാണ് അല്ലേ? പിന്നെ ഇറ്റ് സീംസ് ഫിക്ഷണൽ, ബട്ട് അറ്റ് ലാസ്റ്റ് അത് എഴുതിക്കൊണ്ടിരുന്നത് ഇവന്റെ അച്ഛനാണ്, ജയസൂരിയാണ് അതെല്ലാം എഴുതിക്കൊണ്ടിരുന്നത്. ഓക്കെ, സോ ഇഫ് യു നോ മോർ ഡീറ്റെയിൽസ് അബൌട്ട് ദ മൂവി ഓർ വെൻ ഇറ്റ് ഈസ് റിലീസിംഗ് നമ്മുടെ അടുത്ത് പറഞ്ഞ് അറിയിക്കുക. I think മൂവി ഷൂട്ടിംഗ് ഓൾമോസ്റ്റ് തീർന്നാണ്. അല്ല, ഇറ്റ്സ് ഓൾറെഡി കംപ്ലീറ്റഡ് ഐ ഗസ്. കാരണം അത് ഇനിയും വെച്ച് ട്രെയിലറൊക്കെ ഔട്ട് ആക്കിയില്ലേ, ഇനി ഉണ്ടാവില്ല. ഇനിയിപ്പോൾ അവർക്ക് എന്തെങ്കിലും രീതിയിലുള്ള പ്രൊമോഷൻസ് കാര്യങ്ങളൊക്കെ ഇനി കുറച്ച് ഹൈപ്പ് കയറും ഇതിനകത്ത്, എനിക്ക് തോന്നുന്നു കേട്ടോ. നല്ല രീതിയിൽ ഹൈപ്പ് കയറും. കാരണം ഓൾറെഡി ആടിപ്പം നല്ല രീതിയിൽ പൊക്കോണ്ടിരിക്കുകയാണ്. അതൊന്ന് ഇതായി കഴിഞ്ഞിട്ട് അടുത്ത ഇത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ കൊല്ലം ഏത് അതെനിക്ക് വലിയ പിടുത്തമില്ലടേ. അതിലെന്തോ ഉണ്ട്, അത് ഏതെങ്കിലും ഭാഷയിൽ എന്തെങ്കിലും എഴുതിയേക്കുന്നതാണോ ഇങ്ങനെ വന്നിട്ട് അറിയാവുന്നവർ പറയട്ടോ. മനസ്സിലായില്ല. എനിക്ക് തോന്നുന്നു മേ ബി അവരിപ്പോ റിലീസ് ഡേറ്റ് ഇടാത്തത് ആടിപ്പോ സക്സസ്ഫുള്ളി റണ്ണിങ് ആണ്, മേ ബി അതുകൊണ്ടായിരിക്കാം. ഓക്കെ, അതൊന്ന് കഴിഞ്ഞതിന് ശേഷം മേ ബി വി ക്യാൻ എക്സ്പെക്ട്. ഐ തിങ്ക് ഒരു 2 മാസത്തിനുള്ളിൽ ചിലപ്പോൾ ഇടുവായിരിക്കും. എനിവേ, ഒരേ വർഷത്തിൽ 2 സക്സസ്ഫുൾ മൂവി അടിക്കുന്ന ഒരു സംഭവം ആവാൻ പ്രാർത്ഥിക്കാം. എന്തായാലും നന്നായിട്ട് വരട്ടെ പടം. ഓക്കെ, അധികം സംസാരിച്ച് ചളവാക്കുന്നില്ല. യെസ്, സോ if you have any other recommendations, do let us know and നമ്മൾ റിയാക്ട് ചെയ്യുന്നതായിരിക്കും. if you are new to the channel, അതേപോലെ go watch our videos. കുറച്ച് പേര് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ പേഴ്സണൽ ആയിട്ട് DM ചെയ്തിട്ടുണ്ട്. I will react on that. Okay, we will react on that. And more videos are about to come. Okay, we have already shot many, but we couldn't post it. Yeah, so we'll be coming back with more videos. So until then, goodbye.